ഹായ് ഗായ്സ്. അപ്പോൾ ദേ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുപോലത്തെ ഒരു ഐസ്ക്രീം ഈ ഇടയ്ക്ക് ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. എപ്പോഴും ഞാൻ പറയാറുണ്ട് എനിക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം കട. പക്ഷേ ഇത് അതിനേക്കാളും വെട്ടിക്കുന്നൊരു കടയായിരുന്നു ഗായ്സ്. അതിനേക്കാളും വെട്ടിക്കുന്നൊരു കടയായിരുന്നു. കട കിട എന്നൊക്കെ പറയുന്നത് എന്നെപ്പോലെ ലോക്കൽസാണ് ഗായ്സ്, ലോക്കൽസാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ഇത് വേണമെന്നാ ഒന്നും ഞാൻ പറഞ്ഞില്ല. അലസിയ ഒരു ചോക്ലേറ്റ് അഡിക്റ്റ് പേഴ്സണാണ്, അതുപോലെ തന്നെ ഗെയിം അഡിക്റ്റ് പേഴ്സണാണ്. കുറേ നാളായി അലസിയ ഈ ഒരു സെൻറ്റർ എത്തുമ്പോൾ ആളവിടെ വെയിറ്റ് ചെയ്യും, എന്നെ നോക്കും. ഞാൻ ഒന്നും മിണ്ടില്ല, അതുകൊണ്ട് ഞങ്ങളിത് വാങ്ങാറില്ല. ഇപ്രാവശ്യം എൻ്റെ പെർമിഷൻ പോലും വാങ്ങാണ്ട് തന്നെയാണ് ആളിത് വാങ്ങിയത്. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്ത് വാങ്ങണം എന്ത് വാങ്ങണ്ട എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. എന്നോട് എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആ പടത്തിൽ കണ്ട ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചു, ഇത് മതിയെന്ന്. ആ പടത്തിൽ ഇതുപോലെ തന്നെ ഒരു സാധനം എൻ്റെ കയ്യിലേക്ക് കിട്ടി. ഇതെൻ്റെ കയ്യിലേക്ക് കിട്ടിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഗായ്സ്. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എന്തൊരു ടേസ്റ്റായിരുന്നു അപ്പോൾ. ഇതിലെ ആ കുഞ്ഞിക്കോണി കാണുന്ന വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് അല്ല ഞാൻ എടുത്തത്, ഞാൻ മറ്റേ സാധാ ചോക്ലേറ്റാണ്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഐസ്ക്രീം ആണെന്നുണ്ടെങ്കിൽ പറയേ വേണ്ട, പൊളി ഐസ്ക്രീം. എൻ്റെ ആക്രാന്തം കണ്ടിട്ട് എൻ്റെ അടുത്തിരിക്കണവരൊക്കെ എന്നെ നോക്കണ്ടായിരുന്നു. അതാണ് ഞാൻ അവരെ അങ്ങനെ അങ്ങ് നോക്കിയത്. അല്ലേ പാവം, അല്ലേ വാങ്ങിയത് ഇതീ കാണുന്നൊരു സംഭവമായിരുന്നു. ഒരു ക്രേപ്പിൽ ഒതുക്കി തീർത്തു വലയുടെ ലൈഫ്. അപ്പം ഇനി ആരെങ്കിലും നമ്മുടെ റോമൈസ്റ്റി പോകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളിത് അത് അവിടെ തന്നെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് കാണുമ്പോൾ അവരോട് പറയാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് €6.50 അങ്ങനെയാണ് വരുന്നത്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പൊളി ഐസ്ക്രീമാണ്. ബായ്.